നമസ്കാരം. ഖുറാനിലെ വളരെ നിഗൂഢമായൊരു സംഭവത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ചരിത്രത്തിലെ ഏറ്റവും പ്രതാപശാലിയായ രാജാവായിരുന്നു സുലൈമാൻ നബി. അദ്ദേഹത്തിന്റെ സിംഹാസനത്തിൽ ഒരു ദിവസം ഒരു വിചിത്ര രൂപം പ്രത്യക്ഷപ്പെട്ടു. ഖുറാൻ അതിനെ ജസദ് എന്നാണ് വിളിച്ചത്. അപ്പോൾ എന്തായിരുന്നു അത്? ഇമ്രാൻ എൻ ഹുസൈൻ്റെ ഖുറാൻ ദജ്ജാൽ ആൻഡ് ദ ജസദ് എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കി നമുക്ക് ഈ രഹസ്യത്തിന്റെ ചുരുളഴിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം. ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, നമ്മളിവിടെ ഇമ്രാൻ എൻ ഹുസൈൻ്റെ പുസ്തകത്തിലുള്ള വാദങ്ങളെ നിഷ്പക്ഷമായി ഒന്ന് പരിശോധിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതൊരു വിശകലനമാണ്, എന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളല്ല. ഈ പുസ്തകത്തിന്റെ എല്ലാം കാതൽ ഖുറാനിലെ ഒരു പ്രത്യേക സംഭവമാണ്. ആ ശക്തമായ വാക്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം, അല്ലേ? ഇതാണ് ഈ മുഴുവൻ ചർച്ചയുടെയും അടിത്തറ. ഒന്ന് ആലോചിച്ചു നോക്കൂ, എന്തോ ഒന്ന് കണ്ടിട്ട് ചരിത്രത്തിലെ ഏറ്റവും ജ്ഞാനിയായ ഒരു രാജാവ് പ്രാർത്ഥിക്കുകയാണ്, എന്റെ ഈ രാജ്യം ഇനി മറ്റാർക്കും കിട്ടരുതേ എന്ന്. എന്തായിരിക്കും അദ്ദേഹത്തെ അത്രയധികം ഭയപ്പെടുത്തിയത്? അപ്പോ ഈ ചോദ്യങ്ങളാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ നിഗൂഢമായ അസ്തിത്വത്തെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്കും ആകാംക്ഷയുണ്ടെന്ന് എനിക്കറിയാം. ഈ രഹസ്യം മനസ്സിലാക്കാൻ നമുക്ക് ആദ്യം തന്നെ ജസദ് എന്ന വാക്കിന്റെ അർത്ഥമെന്താണെന്ന് നോക്കാം. ഗ്രന്ഥകാരൻ നൽകുന്ന നിർവചനം ഇങ്ങനെയാണ്. വളരെ സിമ്പിളായി പറഞ്ഞാൽ, ജസദ് എന്നുവെച്ചാൽ ആത്മാവില്ലാത്ത ഒരു ശരീരം, സ്വന്തമായി ചിന്തിക്കാനോ തീരുമാനമെടുക്കാനോ കഴിവില്ലാത്ത ഒരു രൂപം. ഇതാണ് ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. ഗ്രന്ഥകാരൻ പറയുന്നത് ഖുറാനിൽ ഈ വാക്ക് 2 തവണ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ്. ഒന്ന്, ബനു ഇസ്രയേൽ ആരാധിച്ച സ്വർണ്ണ പശുക്കുട്ടി, അതിന് ജീവനുണ്ടായിരുന്നില്ല. 2, ഭക്ഷണം കഴിക്കുന്ന, അതായത് ഭൗതികമായ ആവശ്യങ്ങളുള്ള പ്രവാചകന്മാരുടെ ശരീരങ്ങൾ. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ജസദിന് ഒരു ശരീരമുണ്ട്, ചിലപ്പോൾ ജീവനും കാണും, പക്ഷേ അതിന് ആത്മാവില്ല. അപ്പോ ആരാണ് ഈ ജസദ്? ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് വരുന്നത്. ഗ്രന്ഥകാരൻ ഈ ജസദിനെ ദജ്ജാലുമായി എങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഈ പുസ്തകത്തിലെ ഏറ്റവും ഞെട്ടിക്കുന്നൊരു വാദം. കേട്ടോളൂ, സുലൈമാൻ നബിയുടെ സിംഹാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട ആ ജസദ് സാക്ഷാൽ ദജ്ജാലായിരുന്നു. അവന്റെ ലക്ഷ്യമെന്തായിരുന്നു? യഥാർത്ഥ മിശിഹായെപ്പോലെ വന്ന് ലോകം ഭരിക്കുക. ഗ്രന്ഥകാരൻ പറയുന്നത് ആ വലിയ പദ്ധതിയുടെ ഒരു തുടക്കമായിരുന്നു ആ ദർശനമെന്നാണ്. അപ്പോൾ എന്തിനാണ് സുലൈമാൻ നബിക്ക് ഇത്രയധികം പേടി തോന്നിയത്? കാരണം തന്റെ സിംഹാസനത്തിലിരിക്കുന്ന ആ ദുഷ്ടശക്തിയുടെ യഥാർത്ഥ ലക്ഷ്യമെന്താണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ആ സാമ്രാജ്യം ദജ്ജാലിന്റെ കൈകളിൽ എത്താതിരിക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം ചരിത്രത്തിലെ ആ ശക്തമായ പ്രാർത്ഥന നടത്തിയത്. അപ്പോ ഈ തിയറി പ്രകാരം ദജ്ജാലിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്താണ്? ഗ്രന്ഥകാരൻ പറയുന്നത് അവന്റെ ആത്യന്തിക ലക്ഷ്യം മനുഷ്യരെ ജീവിക്കുന്ന ജസദുകളാക്കി, അതായത് ആത്മാവില്ലാത്ത ശരീരങ്ങളാക്കി മാറ്റുക എന്നതാണത്രേ. അതെങ്ങനെയാണ് ദജ്ജാൽ ചെയ്യുന്നത്? ഈ പുസ്തകം പറയുന്നതനുസരിച്ച് പ്രധാനമായും 3 വഴികളുണ്ട്. 1, ആളുകളെ പാപത്തിൽ മുക്കി അവരുടെ ആന്തരിക വെളിച്ചം കെടുത്തുന്നു. 2, ഭൗതികമായ കാര്യങ്ങളോടുള്ള സ്നേഹം കൂട്ടി ആത്മീയത ഇല്ലാതാക്കുന്നു. 3, നിരന്തരമായ മസ്തിഷ്ക പ്രക്ഷാളനത്തിലൂടെ സ്വന്തമായി ചിന്തിക്കാനുള്ള കഴിവിനെ തന്നെ നശിപ്പിക്കുന്നു. ഈയൊരു ആശയം ഒന്നുകൂടി വ്യക്തമാക്കാൻ ഗ്രന്ഥകാരൻ മാൽക്കം എക്സിന്റെ ഒരു ഉദ്ധരണി ഉപയോഗിക്കുന്നുണ്ട്. അത് വളരെ ശക്തമാണ്. യജമാനന്റെ ചിന്തകളെ തന്റേതാക്കി മാറ്റുന്ന, സ്വന്തമായി അഭിപ്രായമില്ലാത്തൊരാൾ. ഇതാണ് ഗ്രന്ഥകാരൻ പറയുന്ന ആധുനിക ജസദ്. ഇനി നമ്മൾ ഈ കഥയുടെ അടുത്തൊരു തലത്തിലേക്ക് പോവാണ്. സുലൈമാൻ നബിയുടെ മരണശേഷം എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് ഗ്രന്ഥകാരൻ മുന്നോട്ടുവയ്ക്കുന്നത്. നൂറ്റാണ്ടുകൾ നീണ്ട ഒരു വലിയ വഞ്ചനയുടെ കഥയാണിത്. സുലൈമാൻ നബി എങ്ങനെയാണ് മരിച്ചത്? നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കഥയുണ്ടല്ലേ? എന്നാൽ ഗ്രന്ഥകാരൻ പറയുന്നത് വേറൊരു കാര്യമാണ്. തികച്ചും വ്യത്യസ്തവും സങ്കീർണവുമായൊരു ചിത്രം. നമുക്കതിലേക്ക് പോകാം. ഈ തിയറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മിൻസഅ എന്നൊരു വാക്കാണ്. ഇതൊരു സാധാരണ വടിയല്ല, മറിച്ച് സമയം എന്ന സങ്കല്പത്തെ വരെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു അത്ഭുത ഉപകരണമായിരുന്നു അതെന്നാണ് ഗ്രന്ഥകാരൻ വാദിക്കുന്നത്. ഇത് കഥയെ ആകെ മാറ്റിമറിക്കുകയാണ്. അപ്പോൾ ഗ്രന്ഥകാരൻ പറയുന്ന ആ വലിയ വഞ്ചനയുടെ കഥ ഇങ്ങനെയാണ്. സുലൈമാൻ നബി മരിച്ചപ്പോൾ ദജ്ജാൽ ആ സിംഹാസനത്തിൽ കയറി. എന്നിട്ട് ആ അത്ഭുത വടി ഉപയോഗിച്ച് സുലൈമാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് ജിന്നുകളെ വിശ്വസിപ്പിച്ചു. നൂറ്റാണ്ടുകളോളം പാവം ജിന്നുകൾ ദജ്ജാലിനു വേണ്ടി പണിയെടുത്തു. ഒടുവിൽ ദബ്ബത്തുൽ അർള് എന്നു പേരുള്ളൊരു ശക്തി വന്ന് ആ വടിയെ നശിപ്പിച്ചപ്പോഴാണ് ആ വലിയ കബളിപ്പിക്കൽ അവസാനിച്ചത്. ഇനി ഈ പഴയ കഥയെ എങ്ങനെയാണ് ഗ്രന്ഥകാരൻ ഇന്നത്തെ ലോകവുമായി ബന്ധിപ്പിക്കുന്നതെന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ വാദമനുസരിച്ച് ആ വഞ്ചന ഇന്നും തുടരുകയാണ്. ദജ്ജാലിനു വേണ്ടിയുള്ള ജിന്നുകളുടെ പ്രവർത്തനം ആധുനിക ഇസ്രായേൽ രാഷ്ട്രത്തിനു പിന്നിലെ അദൃശ്യശക്തിയായി വർത്തിക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ
ഈ വലിയ വഞ്ചന ആരാണ് അവസാനിപ്പിക്കുന്നത്? ഇവിടെയാണ് കഥയിലെ അവസാനത്തെ ഏറ്റവും വലിയ ട്വിസ്റ്റ് വരുന്നത്. ആ ശക്തിയുടെ പേരാണ് ഡബ്ബത്തുൽ അർദ്. അതിന്റെ അർത്ഥം ഭൂമിയിൽ നിന്നുള്ള ഒരു ജീവി എന്നാണ്. ജിന്നുകളുടെ മേലുള്ള ജസദിന്റെ നിയന്ത്രണം തകർക്കുന്ന ആ അസ്തിത്വം. അപ്പോ എന്താണ് ഈ ദബ്ബത്തുൽ അർദ് അഥവാ ഭൂമിയിൽ നിന്നുള്ള ജീവി? ഇവിടെയാണ് ഗ്രന്ഥകാരന്റെ വ്യാഖ്യാനം നമ്മളെ ശരിക്കും ഞെട്ടിക്കുന്നത്. ഇതൊരു മൃഗമോ ഒന്നുമല്ല, മറിച്ച് നമ്മുടെയെല്ലാം ചുറ്റുമുള്ള ഇലക്ട്രോണിക് തരംഗങ്ങളാണ്. ടെലിവിഷൻ, മൊബൈൽ ഫോൺ, വൈഫൈ ഇവയിൽ നിന്നെല്ലാം വരുന്ന ആ അദൃശ്യ തരംഗങ്ങൾ. അപ്പോൾ ഈ തരംഗങ്ങൾക്ക് 2 ജോലിയുണ്ടെന്നർത്ഥം. ഗ്രന്ഥകാരൻ പറയുന്നത്, ഒരു വശത്ത് ഈ തരംഗങ്ങൾ മിൻസ്വായുടെ മാന്ത്രിക ശക്തിയെ ഇല്ലാതാക്കി ജിന്നുകളുടെ അടിമത്തം അവസാനിപ്പിക്കുന്നു. എന്നാൽ മറുവശത്ത് അതേ തരംഗങ്ങൾ നമ്മുടെയെല്ലാം ചിന്താശേഷിയെയും ഓർമ്മശക്തിയെയും ബാധിച്ച് നമ്മളെ സ്വന്തമായി ചിന്തിക്കാൻ കഴിവില്ലാത്ത പുതിയ തരം ജസദുകളാക്കി മാറ്റുന്നു. അതായത് ഒരു വഞ്ചന അവസാനിപ്പിച്ച് പുതിയൊരെണ്ണം തുടങ്ങുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പുസ്തകം നിലവിലുള്ള പണ്ഡിതന്മാർക്കുള്ളൊരു വെല്ലുവിളി കൂടിയാണ്. ഖുർആനെ ആധുനിക ലോകത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കണമെന്നാണ് ഗ്രന്ഥകാരൻ ശക്തമായി വാദിക്കുന്നത്. അപ്പോൾ അവസാനം ഈ പുസ്തകം നമ്മളോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥങ്ങൾ കാലാതീതമായി അക്ഷരാർത്ഥത്തിൽ മാത്രം വായിക്കേണ്ട ഒന്നാണോ? അതോ മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ലോകത്തിന്റെ നിഗൂഢതകൾ മനസ്സിലാക്കാൻ അവയുടെ വ്യാഖ്യാനങ്ങളും വികസിക്കേണ്ടതുണ്ടോ? ഈ ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിട്ടുതരുന്നു. ചിന്തിക്കുക.